അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. PMും AAയും എങ്ങനെയാണ് കൺസെപ്ച്വലി പഠിക്കുന്നതും അല്ലാതെ പഠിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഷെയർ ചെയ്യാമെന്ന്. പക്ഷേ എനിക്കിപ്പോൾ അത് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു ചെറിയൊരു ടോപ്പിക്ക് MAയിലെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു കുഞ്ഞ് എക്സാമ്പിൾ വെച്ചിട്ട് പറയാമെന്നുള്ളത്. അപ്പം അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ പറയണം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണ്. നിങ്ങളുടെ ബിസിനസ് മാങ്ങ അച്ചാറിടുന്നതാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് മാങ്ങ ഡെയിലി അച്ചാറിടാൻ 100 മാങ്ങ വേണം. നിങ്ങൾക്ക് ഓരോ ദിവസം 100 മാങ്ങ വെച്ചിട്ടാണ് നിങ്ങൾ അച്ചാറിടുന്നത്. നിങ്ങൾക്ക് ഡെയിലി 100 മാങ്ങ വേണം അച്ചാറിട്ട് ഡെയിലി പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ തീരുമ്പോൾ വിളിച്ച് ഓർഡർ ചെയ്യണമല്ലോ. ഓക്കെ. അപ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇന്ന് വിളിച്ച് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് നാളെ കിട്ടില്ല, മറ്റന്നാൾ കിട്ടില്ല, അതിൻ്റെ പിറ്റേന്ന് പ്രൊഡക്ഷൻ ഉള്ളത് കിട്ടും, നാളേക്കും. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര മാങ്ങ ഉള്ളപ്പോഴാണ് നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്യേണ്ടത്? ഓക്കെ. എത്ര മാങ്ങ ഉള്ളപ്പോഴാണ് നിങ്ങൾ വിളിച്ച് അവരെ ഓർഡർ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം എത്ര മാങ്ങ ഉള്ളപ്പോഴാണ് നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്യേണ്ടത്? നമുക്ക് ഈ 2 ദിവസം റൺ ചെയ്യാനുള്ള മാങ്ങ നമ്മുടെ കയ്യിലുള്ളപ്പോഴല്ലേ നമ്മൾ വിളിക്കണ്ടേ, അല്ലേ? നാളെയും മറ്റന്നാളും നമുക്ക് യൂസ് ചെയ്യാനുള്ള മാങ്ങ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള സമയത്താണ് നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 3-ൻ്റെ അന്ന് കിട്ടും, നമുക്ക് അന്നത്തെ ദിവസം പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഈ 2 ദിവസം നമുക്ക് എത്ര മാങ്ങ വേണം? നാളെ 100 വേണം, മറ്റന്നാൾ 100 വേണം. ടോട്ടൽ 200 മാങ്ങ ഉള്ളപ്പോൾ നമ്മൾ അവരെ വിളിച്ച് ഓർഡർ ചെയ്താൽ നമ്മുടെ ബിസിനസ് സ്മൂത്തായിട്ട് റണ്ണാവും. ഓക്കെ. അപ്പം ഇതാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നൊരു സാധനം. ഓക്കെ. ഇപ്പോൾ റീഓർഡർ ലെവലിൽ നമ്മൾ പഠിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് അവരൊരു ഇക്വേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ MAയിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് മാക്സിമം ലീഡ് ടൈം ഇൻറ്റു മാക്സിമം യൂസേജ് എന്നാണ്. യൂസേജ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് 100 ആണ്. മാക്സിമം ലീഡ് ടൈം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ 2 days ആണ്. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? റീഓർഡർ ലെവൽ കിട്ടും. അപ്പം വേണമെങ്കിൽ ഒരാൾക്ക് എങ്ങനെ പഠിക്കാം? റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. അങ്ങനെ എഴുതി മറ്റേ കാണാതെ പഠിച്ച് ഇമ്പോസിഷൻ കണക്ക് 10-100 വട്ടം എഴുതി പഠിക്കാം. അല്ലെങ്കിൽ റീഓർഡർ ലെവൽ എന്താ? നമ്മളെപ്പോൾ വിളിക്കണം? നമുക്ക് 2 ദിവസം കിട്ടത്തില്ല. 2 ദിവസത്തെ സാധനം നമ്മുടെ കയ്യിൽ വേണം, അല്ലേ? മിനിമം ആ 2 ദിവസത്തെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആ 2 ദിവസം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റൂ. മിനിമം അതെങ്കിലും ഉള്ളപ്പോൾ നമ്മൾ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? സാധനം കിട്ടത്തില്ല. 3-ാമത്തെ ദിവസം നമുക്ക് സാധനം കയ്യിൽ കാണില്ല, നമുക്ക് പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരും. ഇത്രയേ ഉള്ളൂ റീഓർഡർ ലെവൽ. ഇതാണ് കൺസെപ്ച്വലി പഠിക്കുന്നതും ആ ഇക്വേഷൻ കാണാതെ പഠിക്കുന്നതാണ് നോർമലി ഉള്ള പഠിത്തം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആരും കാണാതെ പഠിക്കാതിരിക്കുക, മാക്സിമം മനസ്സിലാക്കി പഠിക്കുക. അത് തന്നെയാണ് കൺസെപ്ച്വൽ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നിങ്ങളാണ് ആ ബിസിനസ്സിലെ മാനേജർ, അല്ലെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ ഓഡിറ്റർ. അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുക. ഓക്കെ. PMൻ്റെയും AAയുടെയും വീഡിയോ ഞാൻ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. PMൻ്റെ CVP, ലിമിറ്റിംഗ് ഫാക്ടർ, വേരിയൻസിൻ്റെയൊക്കെ. പിന്നെ AAയിൽ പ്രൊസീജിയേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. പക്ഷെ അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. അപ്പം അതെങ്ങനെ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാമെന്നുള്ള സാധനം ഞാൻ വീഡിയോ ചെയ്യാം. കുറച്ച് ടൈം എടുക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.